ഞാനൊരു സ്ഥാനാർത്ഥി നിന്നാൽ സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാവുന്ന കാശിന് ലിമിറ്റുണ്ട്. 85 ലക്ഷം എൻ്റെ അക്കൗണ്ടിൽ. ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പണം ഞാൻ സ്ഥാനാർത്ഥി തന്നെ ഞാൻ കൊണ്ടുപോകുമ്പോൾ ഒരു 5 ലക്ഷം ഉറുപ്പ്യ കൊണ്ടുപോകുന്നുള്ളൊരു ഇലക്ഷൻ പോലീസുകാരും പിടിക്കും, പണം പിടിക്കും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന നിയമങ്ങളാണ്. എന്നാൽ ഈ BJP അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥയിൽ വന്ന മാറ്റം ഇലക്ടോറൽ ബോണ്ട്. എന്താ ഇലക്ടോറൽ ബോണ്ട്? ഞാനൊരു മുതലാളി, ഞാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കാശ് കൊടുക്കുന്നതിന് വേണ്ടി ഒരു 5000 കോടി ഞാൻ SBIയിൽ കൊണ്ടുപോയിടുന്നു. 5000 കോടിക്കുള്ള കൂപ്പൺ ഞാൻ വാങ്ങി വെക്കുന്നു. 1000 രൂപ മുതലുള്ള കൂപ്പണല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ എൻ്റെ അടുത്ത് വരുന്നു. ആ വന്ന രാഷ്ട്രീയ പാർട്ടിക്കാരെ എനിക്കറിയാം, ആ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചുള്ള എല്ലാ കാര്യവും എനിക്കറിയുന്നതുകൊണ്ട് ഞാനിതാ അവൻ്റെ കയ്യിൽ നിന്ന് റെസീറ്റ് വാങ്ങിയിട്ട് അവന് ഞാൻ കൊടുക്കുന്നു. എത്ര? 1000 കോടിയുടെ ബോണ്ട് കൊടുക്കുന്നു. അവൻ ബാങ്കിൽ കൊണ്ടുപോയി മാറുന്നു. അവൻ കൊണ്ടുപോകുമ്പോൾ ഒരു പോലീസും അവനെ പിടിക്കില്ല. കാരണം ഇത് അക്കൗണ്ട് മണിയാ, ബാങ്കിൽ നിന്ന് വരുന്നതാ. ഈ പണം എവിടെയാണ് ചിലവാക്കിയത്? 6000 കോടി രൂപയാണ് ഇന്ത്യ മാരത്തിൽ ചിലവഴിച്ചത്. അപ്പം നമ്മൾ കാണേണ്ടത് പഴയ കാലത്തിൽ നിന്നും മാറിയ കാലത്തിലേക്കുള്ള അടവുകളും തന്ത്രങ്ങളും നമ്മളും ഇപ്പം മാറ്റി ഉപയോഗിക്കണം. ഒന്ന്, കാരണം മറ്റവർ ചെയ്യുന്ന ഇതാണെന്നുള്ളത് നമ്മൾ ശരിക്കും കാണണം. അതനുസരിച്ച് നമ്മുടെ ആളുകളെ ബോധവൽക്കരിക്കണം. ഞാൻ ചോദിക്കട്ടെ, പഴയ കാലത്ത് നമ്മൾ 52 ഇലക്ഷൻ നടക്കുമ്പോൾ തന്നെ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ കൊച്ചു കുട്ടിയാകുമ്പോൾ എന്നെ 57 ഇലക്ഷന് എന്നെന്ത് എന്ന് പറഞ്ഞാൽ രാത്രി ചില വീടുകൾ രാത്രി പോകാൻ വേണ്ടി നമ്മളെ കയ്യിൽ ടോർച്ച് വരും. എന്തിനാണെന്നറിയാം? വീട്ടിൽ പണം കൊണ്ട് കൊടുക്കുന്നതിനെ നമ്മൾ പോയി തടയാൻ, പണം വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നതിനെ തടയാൻ. ഇപ്പം പരസ്യമായി പറഞ്ഞ പണം കൊടുക്കുന്നല്ലോ. ഇപ്പം നമ്മളെ ഇവിടെ 2 സ്ഥാനാർത്ഥികളുടെ തിരുവനന്തപുരത്ത് അല്ലേ? ഞാൻ അന്നേ പറഞ്ഞ 2 കോടീശ്വരന്മാർക്കിടയിലാണ് ഞാൻ മത്സരിക്കുന്നത്. പണം കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ തടയാൻ എന്താ വഴി? പാവങ്ങൾ പണം വാങ്ങുന്നതിനെ തടയാൻ എന്താ വഴി? ഞാൻ പരസ്യമായി പറഞ്ഞു നിങ്ങളിലും പണം വാങ്ങിക്കോ, പക്ഷെ പണം വാങ്ങിയിട്ട് വോട്ട് നമുക്ക് ചെയ്താൽ മതി. ഈ പാവങ്ങൾക്കൊരു കാര്യമുണ്ട്, അവർ വിശ്വസിച്ചവരെ ചതിക്കില്ല. അവർ പണം വാങ്ങിയാൽ വോട്ട് ചെയ്യും. ആ വോട്ട് ഇവിടെ നിന്നത്. അതുകൊണ്ട് ഈ കാലത്തിൻ്റെ മാറിയ കാലത്തിൻ്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിനനുസരിച്ച് അടവുകളും തന്ത്രങ്ങളും നിശ്ചയിക്കാനും കൂടുതൽ ജനബന്ധമുണ്ടാക്കി അവരെ ബോധ്യപ്പെടുത്തി അവരെ കൂടെ നമ്മളുണ്ട് എന്നുള്ള ബോധ്യം അവരിൽ ഊട്ടി ഉറപ്പിക്കാനും നമുക്ക് കഴിയണം. നമ്മളിപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ശൈലിയിൽ പഴയ കാലത്ത് പോലല്ല. ഞാനൊരു ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ആളാണ്. എൻ്റെ ബ്രാഞ്ചിൽ ആരെങ്കിലും ഒരാൾ ജനറൽ ബോഡി മീറ്റിങ്ങിന് പങ്കെടുത്തില്ലെങ്കിൽ ഞാനവൻ്റെ വീട്ടിൽ പോവും. എന്താ ഗോപാലായിട്ട് വരാഞ്ഞേ? എന്താ കുതിരാൻ വരാഞ്ഞേ? നീ എന്താടെ വരാഞ്ഞേ? കാരണം എന്താ? ആ വരാതെ അവൻ്റെ വീട്ടിൽ വല്ല വിഷമമുണ്ടാവും നോക്കും. ഇതാ നമ്മളൊരു കുടുംബ ബന്ധം പോലെ. ഇപ്പം നമ്മൾ ഈ പുതിയ ഇലക്ട്രോണിക് മീഡിയ ഈ വന്ന ഉത്സവമില്ലേ, ഉത്സവത്തിനിടയ്ക്ക് ജനങ്ങളുമായുള്ള നേരിട്ടുള്ള ബന്ധം പോയി ഇല്ലാതായി. ഇപ്പം മിക്കവാറും ജനങ്ങളുമായുള്ള ബന്ധത്തിന് ഇലക്ട്രോണിക് മീഡിയ മതിയല്ലോ. ഇപ്പോൾ അല്ലെങ്കിൽ ഫോൺ ബന്ധം മതിയല്ലോ. അത് തെറ്റാ. നേരെ ആളുകളെ കാണണം. ജനങ്ങളും പ്രസ്ഥാനത്തിൻ്റെ ആയിട്ടുള്ള ബന്ധം വളരെ അകന്നിരിക്കുന്നു. അത് മാറ്റിയെടുത്താലേ നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. പരിഹാരം ഉറപ്പാണ്. പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. ആ കഴിയാൻ അവൻ്റെ അടവുകളും തന്ത്രങ്ങളും ശരിക്കും മനസ്സിലാക്കി അതിന് ബദൽ സംവിധാനം ഒരുക്കാൻ നമുക്ക് നമ്മളതായ അടവുകളും തന്ത്രങ്ങളും സ്വീകരിക്കണം. അതേ വഴിയുള്ളൂ.